പാരമ്പര്യ നാട്ടുവൈദ്യന്മാർക്ക് നൈപുണ്യ പരീക്ഷാ സർട്ടിഫിക്കറ്റ് വിതരണം ഡിസംബർ 28-ന്. മൂല്യനിർണ്ണയം കഴിഞ്ഞവർക്കാണ് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുന്നതെന്ന് വൈദ്യമഹാസഭാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവരും ചോദിക്കും, ആയുർവേദമല്ലേ നിങ്ങൾ? അല്ല, ഉപയോഗിക്കുന്നതൊക്കെ ആയുർവേദ മരുന്നുകളാണ്. പേരുമൊക്കെ ഉദ്ദേശിച്ച് അതേപോലെ ഇരിക്കും. അതല്ലാത്തതും ഇപ്പോൾ അവരവരുടെ കുടുംബ പാരമ്പര്യമായിട്ട് ചില യോഗങ്ങളുണ്ട്, മരുന്നുകൾ. ഇപ്പം എൻ്റെ കുടുംബ പാരമ്പര്യമായിട്ടൊരു യോഗമുണ്ട്, ദ്വാദശാദി കഷായം. 80 വിരം വാദത്തിനും ആ മരുന്ന് നമ്പർ 1 ആണ്. പക്ഷേ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ രോഗികൾക്ക് വേണ്ടി മാത്രമേ അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂ. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു എല്ലാവരും ചെയ്തിരുന്നത്. ഒരു 100 വർഷം മുമ്പ് നാട്ടുവൈദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വന്നതാണ് 1960-ന് ശേഷമാണ് ഈ BAM കോഴ്സ് ഉണ്ടായത്. ആദ്യം DAM ആയിരുന്നു, പിന്നീട് BAMS ആയി, BAM ആയി, പിന്നീട് BAMS ആയി. ഇപ്പോൾ പ്രശ്നം BAMSൻ്റെ നേതാക്കൾക്കാണ്. ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ കടമ്പയുണ്ട്, മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ, എല്ലാവർക്കും അറിയാവുന്ന പോലെ. ഞങ്ങൾക്ക് അവർ മെഡിക്കൽ കോർഡിനേഷൻ തരാൻ സമ്മതിക്കില്ല. സർക്കാർ തീരുമാനമെടുത്താണ് നേരത്തെ. കല്ലേക്കാട്ടുള്ള രാജീവ് ഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ 28-ന് രാവിലെ 10 മണിക്ക് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യും. വൈദ്യമഹാസഭാ ചെയർമാൻ മാന്നാർ G. രാധാകൃഷ്ണൻ, സെക്രട്ടറി A. വിജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.